ഇത് നിങ്ങൾ അടുത്ത പുതിയ എക്സാമ്പിൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. എയിംസ് നോർസെറ്റ് ഇത്തവണ നല്ല വേക്കൻസിയാണ് വിളിച്ചേക്കുന്നത്. പക്ഷേ ഇത്തവണത്തെ എയിംസ് നോർസെറ്റിന്റെ കൂടെ നമുക്ക് ജിപ്മറിന്റെ വേക്കൻസി കൂടി വന്നിട്ടുണ്ട്. നമ്മൾ നോർമലി ജിപ്മർ എക്സാം സെപ്പറേറ്റ് എക്സാം നടത്തുന്നതാണ്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എക്സാം നടന്ന് വളരെ പെട്ടെന്ന് തന്നെ നിയമനം നടക്കുന്ന ഒരു എക്സാം അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് നടക്കുന്ന ഒരു എക്സാം ആയിരുന്നു ജിപ്മർ എക്സാം എന്ന് പറയുന്നത്. സോ ഇത്തവണ ജിപ്മർ എക്സാം പക്ഷേ എയിംസ് നോർസെറ്റിനകത്താണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ESICയും കഴിഞ്ഞ ഇതിൽ സെപ്പറേറ്റ് എക്സാം നടന്നുകൊണ്ടിരുന്നതാണ്. കഴിഞ്ഞതിൽ UPSC എക്സാം ആയിരുന്നു. വീണ്ടും അത് എയിംസിന്റെ CRE എക്സാമിനകത്ത് ഉൾപ്പെട്ടു. അത് കഴിഞ്ഞ് ഇപ്പൊ വീണ്ടും എയിംസ് നോർസെറ്റിനകത്ത് ESICയുടെ 800 വേക്കൻസി, ന്യൂഡൽഹിയിലെ ESIC 800 വേക്കൻസി, അതും നമ്മുടെ ഇപ്പോഴത്തെ എയിംസ് നോർസെറ്റ് എക്സാമിനകത്താണ് വരുന്നത്. ഇതിന്റെ അകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നിങ്ങളിപ്പോ എല്ലാവരും DME എക്സാമിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞവരാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ മലയാളികൾ അധികം പ്രാധാന്യം കൊടുക്കാത്തൊരു എക്സാം ആയിരുന്നു എയിംസ് നോർസെറ്റ് എന്ന് പറയുന്നത്, അല്ലെ? എയിംസ് നോർസെറ്റ് എന്ന് പറഞ്ഞ ഒരു നോർത്ത് ഇന്ത്യൻസിന്റെ ഒരു കുത്തകയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്. നിങ്ങൾക്ക് തന്നെ വളരെ സുപരിചിതമായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. കാരണം അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു എക്സാം ആണ് എയിംസ് നോർസെറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ എക്സാം ആണ്. അത് മാത്രമല്ല അവരെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു സാലറി കിട്ടുന്ന എക്സാം. അതിനു വേണ്ടി മറ്റു സംസ്ഥാനങ്ങളിലുള്ളവര് അതിനു വേണ്ടി വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ പരിശീലിക്കുന്നവരാണ്, അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ PSC എക്സാം പാറ്റേണിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, നമ്മുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കേരള PSCക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്, അല്ലെ? സോ ഈ രണ്ട് എക്സാമും തമ്മിൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട്. സോ നിങ്ങൾ ഈ ഒരു എക്സാം നിങ്ങളിപ്പോ ഇത്രയും വേക്കൻസി കണ്ടു, നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 1 ലക്ഷത്തിന് മുകളിലാണ്. ഇപ്പൊ 8th പേ കമ്മീഷൻ കൂടി വരുമ്പോൾ 1,20,000 ആകുമെന്നാണ് റീസെന്റ് ആയിട്ട് ഉള്ള എല്ലാ അപ്ഡേറ്റും വരുന്നത്. 1,20,000 മുകളിൽ പോകുന്നതാണ്. സോ അങ്ങനെ വരുമ്പോൾ 1 ലക്ഷത്തിന് മുകളിൽ കയ്യിൽ കിട്ടുന്ന ഒരു സാലറിയുമാണ്. പിന്നെ കഴിഞ്ഞ ഇതിനേക്കാളും ഇരട്ടി വേക്കൻസി ഇത്തവണത്തെ എയിംസ് നോർസെറ്റിനുണ്ട്. അതിൽ തന്നെ ഈ ജിപ്മറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്, 400 വേക്കൻസി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 800 വേക്കൻസി ESICയുടെയും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് വരുമ്പോൾ ഒന്ന് രണ്ട് ഞാൻ അതിനകത്ത് നിങ്ങൾ തമ്പനയിൽ തന്നെ കാണുന്നത് 8ന്റെ പണി എന്ന് പറയുന്ന ഒരു തമ്പനയിൽ ഒരു ഇത് കാണുന്നത്, അല്ലെ? എന്തുകൊണ്ടാണ് ആ ഒരു 8ന്റെ പണി എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാം കഴിഞ്ഞ ജിപ്മർ എക്സാം ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് മലയാളികൾ അപ്പോയിന്റ്മെന്റ് നേടിക്കൊണ്ടിരിക്കുന്ന എക്സാം ആണ് ജിപ്മർ എക്സാം എന്ന് പറയുന്നത്, അല്ലെ? തമിഴ്നാട്ടുകാരും നന്നായിട്ട് ഇപ്പൊ അതില് നന്നായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നന്നായിട്ട് ആദ്യ റാങ്കിൽ അവർ കയറുന്നുണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞാലും മലയാളികളും അത്യാവശ്യം നന്നായിട്ട് ജോലി കിട്ടിക്കൊണ്ടിരുന്നതാണ് ജിപ്മർ എക്സാം. പക്ഷെ ഈ എയിംസ് നോർസെറ്റിനകത്ത് ഇത് ഉൾപ്പെടുമ്പോൾ ഈ ജിപ്മർ എക്സാമിന്റെ പാറ്റേണിൽ വലിയൊരു വ്യത്യാസം വരും. ഇപ്പൊ നേരത്തെ ആണെങ്കിൽ പണ്ട് ജിപ്മർ എക്സാം എന്ന് പറയുന്നത് ഒരു എയിംസ് നോർസെറ്റ് ടിപ്പിക്കൽ പാറ്റേൺ തന്നെ ആയിരുന്നു 2012 ആ സമയത്തൊക്കെ. അതിനുശേഷം 30 മാർക്കിന്റെ നോൺ നേഴ്സിംഗ് കൂടെ ഉൾപ്പെട്ട് കഴിഞ്ഞപ്പോൾ ജിപ്മർ എക്സാമിന്റെ നേഴ്സിംഗ് പാർട്ട് കുറച്ചുകൂടെ എളുപ്പമായി. നമ്മുടെ ഒരു സാധാരണ ഒരു PSC എക്സാമിന് പഠിക്കുന്ന ലെവലിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ജിപ്മർ എക്സാമിൽ സ്കോർ ചെയ്യാൻ പറ്റും നേഴ്സിംഗ് പാർട്ട്. കാരണം 30 മാർക്ക് നോൺ നേഴ്സിംഗ് അതിനകത്ത് വരുന്നുണ്ട്. GKയും കറണ്ട് അഫയേഴ്സും അതുപോലെ റീസണിങ് ആപ്റ്റിറ്റ്യൂഡും കൂടി വരുന്നുണ്ട് 30 മാർക്ക്. അപ്പൊ അതുകൂടി വന്നതിന് ശേഷമാണ് ജിപ്മർ കുറച്ചുകൂടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറിയത്. അതിന് മുന്നേ 2012 നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മുടെ ആപ്പിലുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ ടിപ്പിക്കൽ എയിംസിന്റെ എക്സാമുകളുടെ പാറ്റേൺ ആയിരുന്നു കൂടുതലും. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഒരു 30 മാർക്കൊക്കെയാണ് 2012 എക്സാം ഒക്കെ വന്നത്, ജിപ്മർ എക്സാമിന് കട്ട് ഓഫ് എന്നൊക്കെ പറയും. അപ്പൊ ഈ എയിംസ് നോർസെറ്റിനകത്ത് ഇത് ഉൾപ്പെടുമ്പോൾ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എക്സാമിന്റെ പാറ്റേൺ മലയാളികളെ സംബന്ധിച്ച് അത്ര സുപരിചിതമല്ലാത്തൊരു പാറ്റേണിലേക്ക് മാറും. നിങ്ങൾ DME PSCക്ക് പഠിച്ചതിനേക്കാളും അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ടാവും. കാരണം നിങ്ങൾക്കറിയാം അതിനൊരു പ്രിലിമിനറി എക്സാം ഉണ്ട്. ആ പ്രിലിമിനറി എക്സാം കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വീണ്ടും ഒരു 160 ചോദ്യങ്ങൾ അടങ്ങിയ ഒരു മെയിൻ എക്സാം ഉണ്ട്. ഇത് രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസും ഉണ്ട്. പ്രിലിമിനറി ആണെങ്കിൽ 100 ചോദ്യങ്ങളാണ്, അതിൽ 80 ക്വസ്റ്റ്യൻ നേഴ്സിംഗ് പാർട്ടും 20 ക്വസ്റ്റ്യൻ അതിനകത്തും GKയും കറണ്ട് അഫയേഴ്സും റീസണിങ് ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട്. ബാക്കി 80 നേഴ്സിംഗ് ക്വസ്റ്റ്യൻ വരിക. ദെൻ അത് കഴിഞ്ഞാൽ അടുത്ത മെയിൻസിൽ വരുമ്പോൾ 160 ചോദ്യങ്ങളാണ്. 160 ചോദ്യങ്ങൾ 40 ക്വസ്റ്റ്യൻ വരുന്ന 4 സെക്ഷൻസ് ആയിട്ടാണ് വരിക. അങ്ങനെ സെക്ഷൻ അത് നിങ്ങൾക്ക് നമ്മുടെ എക്സാം പോലെ അല്ല. ഈ ഓരോ സെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിരിച്ചു വന്ന് ഒന്നുകൂടെ റീചെക്ക് ചെയ്യാനൊന്നും അവസരം ഉണ്ടാവില്ല. ആ 40 ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെക്ഷനിലേക്ക് പോകും, അടുത്ത 40 ക്വസ്റ്റ്യനിലേക്ക്. ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചു വന്ന് 10 മുന്നത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനൊന്നും പറ്റത്തില്ല. അങ്ങനെ കുറച്ച് ഒരു വ്യത്യാസമുള്ള ഒരു പാറ്റേണിലേക്ക് പോകും. അത് മാത്രമല്ല ഈ മെയിൻസ് ഒക്കെ വരുമ്പോൾ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവിടെ
അത്യാവശ്യം നല്ല എൻക്ലക്സ് ആർ ബേസ്ഡ് ക്വസ്റ്റ്യൻ, ക്ലിനിക്കൽ ബേസ്ഡ്, പ്രയോറിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻ ഒക്കെയാണ് മെയിൻസിന് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക. നമുക്ക് പ്രിലിമിനറി പാസ്സാകാൻ വളരെ എളുപ്പമായിരിക്കും, നിങ്ങൾ DME പഠിച്ചത് തന്നെ മതിയാവും. പക്ഷേ അതിനോട് 20 മാർക്ക് നോൺ നേഴ്സും കൂടെ പഠിച്ചോളണം. പിന്നെ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ, IBQs, ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യനും ഒരു 10 ക്വസ്റ്റ്യനോളം വരുന്നുണ്ട്. അത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കണം. സോ ആ ഒരു പാറ്റേണിന്റെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി തന്നെ ഈ എയിംസ് നോർസെറ്റ് പ്രിപ്പയർ ചെയ്യണം. ആ ഒരു വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കി എക്സാമിനെ മനസ്സിലാക്കുക. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഏതൊരു എക്സാം ആണ്, ആ എക്സാമിനെ ആദ്യം മനസ്സിലാക്കുക, അതിന്റെ പാറ്റേൺ മനസ്സിലാക്കുക, അതിന് ഞാൻ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ഇതിനാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. സോ ഈ പ്രിലിമിനറി 100 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേജ് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾ ഈ DME പഠിച്ചത് വെച്ചും പ്രീവിയസ് എക്സാം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റും. പക്ഷെ റീസണിങ് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കണം, അതുപോലെ തന്നെ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് പഠിക്കണം. പക്ഷെ അത് പാസ്സായിട്ടല്ല നമ്മൾ മെയിൻസിന് പഠിക്കേണ്ടത്. മെയിൻസിനും ഇപ്പൊ തന്നെ പഠിച്ചോളണം. ഇപ്പോഴേ മെയിൻസ് കൂടെ കണക്കാക്കി വേണം നമ്മളത് പഠിക്കാൻ. മെയിൻസ് എന്ന് പറയുമ്പോൾ മസ്റ്റ് ആയിട്ട് എൻക്ലക്സ് ആർ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് പഠിച്ചേ പറ്റും. എൻക്ലക്സ് ആറിന്റെ ഒരു ടെക്സ്റ്റ് മസ്റ്റ് ആയിട്ടും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചേ പറ്റുള്ളൂ. സോ ഈ ഒരു ലെവലിലേക്ക് നമ്മുടെ പഠിത്തം മാറ്റണം. പിന്നെ ഇതുവരെ ഞാൻ പറഞ്ഞു കേരള PSCക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട മൈനർ സബ്ജക്റ്റുകൾക്കാണ്. ഞാൻ നേരെ തിരിച്ചു പറയും, എയിംസ് നോർസെറ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ മേജർ സബ്ജക്ട്സിന് തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. മെഡിക്കൽ സർജിക്കൽ, ഫണ്ടമെന്റൽസ്, OBG, സൈക്കാട്രി, കമ്മ്യൂണിറ്റി, പീഡിയാട്രിക്സ് പോലുള്ള മേജർ സബ്ജക്ട്സ് തന്നെയാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അത് ഈച്ച് ആൻഡ് എവരി പോയിന്റ് പഠിച്ചു വേണം. അത് മാത്രമല്ല എന്താ അടുത്ത ലെവലായിട്ട് ഞാൻ പറഞ്ഞതുപോലെ മെയിൻസ് എക്സാമിനും ഇപ്പോഴേ പഠിച്ചോളണം. കാരണം പ്രിലിമിനറിയിലും ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ക്ലിനിക്കൽ ബേസ്ഡും പ്രയോറിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. സോ ഇപ്പോഴേ നമ്മൾ ആദ്യം എൻക്ലക്സ് ആർ ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തേ പറ്റുള്ളൂ. എൻക്ലക്സ് ആർ ടെക്സ്റ്റ് കൂടി വായിച്ചേ പറ്റുള്ളൂ. എങ്കിലേ നമുക്ക് മറ്റുള്ള സംസ്ഥാനക്കാര് അവർ ഞാൻ പറഞ്ഞല്ലോ അവർ ആ ഒരു പാറ്റേണിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഓൾറെഡി അവർ ആ പാറ്റേണിലാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അവരോടൊപ്പം നമുക്കും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോമ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് മനസ്സിലാക്കി തന്നെ എക്സാമിനെ മനസ്സിലാക്കുക. ആ ഒരു എക്സാമിന് എങ്ങനെ ആ ഒരു ക്വസ്റ്റ്യനുകൾ ടാക്കിൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും, അതിന് ഞാൻ ഏതൊക്കെ രീതിയിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അത് മനസ്സിലാക്കി തന്നെ ഈ എക്സാം അപ്രോച്ച് ചെയ്യണം. അല്ലാതെ 3500 വേക്കൻസി കണ്ടതുകൊണ്ടും അല്ലെങ്കിൽ ജിപ്മർ അതിനെ ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞത് ഇത്രയും വേക്കൻസി വരുന്നതുകൊണ്ട് നമ്മുടെ അടുത്തുള്ളതാണെന്ന് പറഞ്ഞു അങ്ങനെയൊന്നും പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല. ആ എക്സാം, കാരണം ഇത് ഓൾ ഇന്ത്യ എക്സാം ആണ്. കാരണം അവരെല്ലാം ഒറ്റ എക്സാം എഴുതുന്നവരാണ്, ഒറ്റ റാങ്ക് ലിസ്റ്റ് വരാൻ പോകുന്നതാണ്. അത് വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ജിപ്മറിന് വേണ്ടി മാത്രമായിരിക്കും അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷെ ആദ്യ റാങ്കിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. ജിപ്മറിലേക്ക് മാത്രമായിട്ടാണ് നിങ്ങൾ എഴുതുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ആദ്യ റാങ്കിൽ വന്നേ പറ്റുള്ളൂ. ആ ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റിൽ നല്ല റാങ്കിൽ വന്നാൽ മാത്രമേ നമുക്ക് ജിപ്മറിലേക്ക് ഓപ്ഷൻസ് അലോട്ട്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എയിംസ് നോർസെറ്റ് എക്സാം എന്താണെന്ന് നമ്മൾ ഇനി മനസ്സിലാക്കിയേ പറ്റുള്ളൂ. നമ്മൾ ഇത്രയും കാലം കഴിഞ്ഞതുപോലെ അല്ല, ഇനി എയിംസ് നോർസെറ്റ് എക്സാമിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റൂ. കാരണം ഇപ്പൊ ജിപ്മർ ആയി, ESIC ആയി, ഇനി ആകെയുള്ളത് റെയിൽവേ നിംഹാൻസ് പോലുള്ള എക്സാമുകൾ മാത്രം. ഇനി അതും നാളെ ഒരു സുപ്രഭാതത്തിൽ നോർസെറ്റിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സെൻട്രൽ എക്സാമേ ഇല്ലാത്ത അവസ്ഥ വരും. പിന്നെയുള്ള ആകെ ശ്രീചിത്രയാണ്. ഇനി അതും അതിനകത്ത് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചാൽ നമുക്ക് പിന്നെ ഒറ്റ എക്സാം പോലും ഇല്ല. അപ്പൊ നമ്മളും ഈ ഒരു പാറ്റേണിലേക്ക് നമ്മുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോയേ പറ്റുള്ളൂ. എയിംസ് നോർസെറ്റ് എക്സാം എന്താണെന്ന് മനസ്സിലാക്കി നമ്മളും പ്രിപ്പയർ ചെയ്തേ പറ്റുള്ളൂ. നിങ്ങളിപ്പോ മനസ്സിലാക്കുന്നുണ്ടാവും, നിങ്ങൾ നോർത്ത് ഇന്ത്യൻസ് അല്ലെ രാജസ്ഥാൻകാരാണ് നിങ്ങൾ ഭയങ്കരമായിട്ട് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ജോയിൻ ചെയ്യുന്നതാണ് നിങ്ങൾ പറയുന്നത്. പക്ഷെ കഴിഞ്ഞ എക്സാമിലൊക്കെ, കഴിഞ്ഞ 2 നോർസെറ്റ് എക്സാമിലും രാജസ്ഥാൻകാരെക്കാൾ കൂടുതൽ ആദ്യ റാങ്കിൽ വന്നിരിക്കുന്നത് തമിഴ്നാട്ടുകാരാണ്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാടുകാരാണ്. കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം ജിപ്മറാണ്, അത് കഴിഞ്ഞാൽ എയിംസ് ആണ്. അവർക്ക് ഈ 2 ഓപ്ഷൻസേ ഉള്ളൂ. പിന്നെ MRB എക്സാം ഉണ്ട്, വളരെ ചെറിയ സാലറിയാണ്. സോ അവർ ഈ 2 എക്സാമിൽ അവരും നല്ല രീതിയിൽ ഇപ്പൊ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളും അതുപോലെ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോയേ പറ്റുള്ളൂ. നമ്മുടെ ആ ഒരു പാറ്റേൺ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ തന്നെ നമ്മൾ ബുദ്ധിമുട്ടുന്ന നമ്മൾ കുറച്ചുകൂടെ നമ്മൾ ആ ഒരു ക്ലിനിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ, പ്രയോറിറ്റി ബേസ്ഡ്, സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻ, ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ, അതിലേക്കൊക്കെ നമ്മുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകണം. അതിന് ഞാൻ ഈ പറഞ്ഞ പോലെ ബേസ് ആദ്യം കറക്റ്റ് ചെയ്യണം. ബേസ് കറക്റ്റ് ചെയ്തതിനു ശേഷം അടുത്ത ലെവലിലേക്ക് നമ്മൾ കൊണ്ടുപോകണം.
അല്ലാതെ പ്രിലിമിനറി പാസ് ആയാലല്ല നമ്മൾ മെയിൻസിന് പഠിക്കേണ്ടത്. മെയിൻസ് നമുക്ക് സമയം കിട്ടില്ല അധികം പഠിക്കാൻ. അതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ മെയിൻസ് ലക്ഷ്യം വെച്ചിട്ട് വേണം പഠിക്കാൻ. ഇത്തവണ നല്ല അവസരമാണ്. കാരണം 3500 വേക്കൻസി ഇപ്പൊ ഒരു 3 എക്സാമിന് ശേഷമായിരുന്നു ഇത്രയും വേക്കൻസി. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ESIC ഉണ്ട്, നമുക്ക് ജിപ്മറും ഉണ്ട്. അപ്പൊ നമ്മൾ ഈ 2 എക്സാമിനും നമ്മൾ ആ ഒരു പ്രയോറിറ്റി മനസ്സിലാക്കി, അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ മനസ്സിലാക്കി നമ്മൾ അപ്രോച്ച് ചെയ്ത്, അല്ലെങ്കിൽ എക്സാമിനെ അപ്രോച്ച് ചെയ്താൽ മാത്രമേ ഇനി നമുക്ക് ജിപ്മർ എന്ന് പറയുന്ന സ്വപ്നം കാണാൻ പറ്റുള്ളൂ. നെഗറ്റീവ് അടിക്കുന്നതല്ല, ഞാൻ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതല്ല, കൃത്യമായിട്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കി പ്രവർത്തിക്കുക. നമ്മളല്ല DME പഠിച്ചതും വെച്ചുകൊണ്ട് നമുക്ക് എയിംസ് നോർസെറ്റ് എഴുതാൻ പറ്റില്ല. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അത് എയിംസ് നോർസെറ്റിനെ മനസ്സിലാക്കി തന്നെ പഠിക്കണം. അതിന്റെ പ്രിലിമിനറി എക്സാം നിങ്ങൾ ഒരു സാമ്പിൾ അറ്റൻഡ് ചെയ്യണം. അത് കഴിഞ്ഞ് എയിംസിന്റെ ഒരു മെയിൻസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്തിട്ട് മനസ്സിലാക്കണം എന്താണ് എയിംസ് നോർസെറ്റ് എക്സാം, അതിന്റെ പ്രിലിമിനറിയുടെ ലെവൽ എങ്ങനെയാണ്, അതിന്റെ മെയിൻസ് എക്സാമിന്റെ ലെവൽ എങ്ങനെയാണ്, അതിന്റെ പാറ്റേൺ എങ്ങനെയാണ്, അത് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കണം. അല്ലാതെ DMEക്ക് പഠിച്ചത് വെച്ചിട്ട് അതേ രീതിയിൽ എയിംസിന് അപ്രോച്ച് ചെയ്യരുത്. ജിപ്മർ അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് എയിംസ് നോർസെറ്റ് എക്സാം ആണ്. എയിംസ് നോർസെറ്റ് എക്സാമിന് ഒരു പാറ്റേൺ ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ എക്സാം ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യ എയിംസ് നോർസെറ്റ് പാറ്റേൺ അതുപോലെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിലെ പല ക്വസ്റ്റ്യനുകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു പാറ്റേൺ തന്നെയാണ് ഇപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ആദ്യം എക്സാമിനെ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വേണം നമ്മൾ തയ്യാറെടുപ്പുകൾ നമ്മൾ ആരംഭിക്കാനായിട്ട്. ഒരു വ്യത്യാസം നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. ആരെയും ഞാൻ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതല്ല. കൃത്യമായിട്ട് നമ്മൾ ആ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എന്ന് പറഞ്ഞാൽ പറഞ്ഞു 1 ലക്ഷത്തിന് മുകളിൽ സാലറി കിട്ടുന്ന എക്സാമാണ്. അപ്പൊ അതിന്റെ പ്രാധാന്യം നമ്മൾ കൊടുത്തുകൊണ്ട് ആ ഒരു ഇന്റൻസിറ്റിയോട് നമ്മൾ പഠിക്കണം. ആ ഒരു എക്സാം എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കണം. റീസണിംഗിൽ നിന്ന് ഇത്ര ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ ആ മാർക്ക് ഞാൻ സ്കോർ ചെയ്തേ പറ്റൂ. ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ഇത്ര ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ അതിന്റെ മാർക്ക് എനിക്ക് സ്കോർ ചെയ്തേ പറ്റൂ. ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഇത്രയും ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ അത് പഠിച്ച് മാർക്ക് സ്കോർ ചെയ്താലേ എനിക്ക് പറ്റുള്ളൂ. 1 ലക്ഷം എന്ന് പറഞ്ഞ ഒരു കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ മുകളിലുള്ള സാലറിയാണ്. ക്ലിയർ? മെയിൻസ് എക്സാമിന് എൻക്ലക്സ് ആറിന് നമ്മൾ മൊത്തം പഠിക്കണമെങ്കിൽ അത് പഠിച്ചേ പറ്റൂ. ആ ടെക്സ്റ്റ്, ആ ക്വസ്റ്റ്യനുകൾ ഞാൻ വർക്ക്ഔട്ട് ചെയ്തേ പറ്റൂ. ക്ലിനിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ, പ്രയോറിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചേ പറ്റൂ. അല്ലാതെ DME PSC അതേ സാധനം വെച്ചുകൊണ്ട് അപ്രോച്ച് ചെയ്യരുത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എയിംസ് നോർസെറ്റിന്റെ പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യും. അതിന്റെ പ്രിലിമിനറിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക, മെയിൻസ് എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആ എക്സാമിനെ മനസ്സിലാക്കിയിട്ട് ഓരോ സബ്ജക്ട്, ഞാൻ പറഞ്ഞു DMEക്ക് ഞാൻ പറഞ്ഞ പ്രയോറിറ്റി ഇതാണ്, പക്ഷെ ഒരു കാരണവശാലും എയിംസ് നോർസെറ്റിന്റെ പ്രയോറിറ്റി ഒന്നും അതല്ല. മെഡിക്കൽ സർജിക്കലും ഫണ്ടമെന്റൽസും OBയും സൈക്കാട്രിയും കമ്മ്യൂണിറ്റിയും പീഡിയാട്രിക്സും തന്നെയാണ്. പിന്നെ ന്യൂട്രീഷനും അത് തന്നെയാണ് പ്രയോറിറ്റി. പിന്നെ ഇതിനകത്തുനിന്നുള്ള ക്ലിനിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇവിടെ വളരെ ഇമ്പോർട്ടൻറ്റ്. ഫണ്ടമെന്റൽസ് ഒക്കെ ഓരോ ടോപ്പിക്കും അരച്ച് കലക്കി കുടിക്കണം. നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന ഐ ഇറിഗേഷൻ, മൗത്ത് കെയർ, ഇങ്ങനെയുള്ള വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ടോപ്പിക്കിലാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എയിംസ് നോർസെറ്റുള്ള എക്സാമുകൾ. സോ അത് കൃത്യമായിട്ട് ഈച്ച് ആൻഡ് എവരി ടോപ്പിക്ക് പഠിച്ചേ പറ്റും. ക്രച്ച് വാക്കിങ്, കാസ്റ്റുകൾ, സ്പ്ലിന്റുകൾ, ബാൻഡേജസ്, ഇങ്ങനെയുള്ള പ്രൊസീജിയറുകളാണ് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എയിംസ് നോർസെറ്റിന്. അത് മനസ്സിലാക്കി തന്നെ അപ്രോച്ച് ചെയ്യണം. അല്ലാതെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല കേരള PSC പോലെയാണ്. സോ അത് മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും അറ്റൻഡ് ചെയ്തിട്ട് അത് പാറ്റേൺ മനസ്സിലാക്കിയിട്ട് വേണം വെച്ച് തുടങ്ങാൻ. ഓക്കെ, ഇനി നമുക്ക് എക്സാമിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കാം. സോ അപ്പൊ നോർസെറ്റ്, എയിംസ് നോർസെറ്റ് 9, അതിനകത്ത് ജിപ്മർ ഉണ്ട്, ESIC ഉണ്ട്, പിന്നെ മറ്റു ചില എക്സാമുകൾ കൂടിയുണ്ട്. റാഞ്ചിയുടെ CIP പോലുള്ള എക്സാമുകൾ വന്നിട്ടുണ്ട്. സോ ടോട്ടൽ 3500 ഒഴിവുകളാണ്. സാലറി വരുന്നത് ഞാൻ പറഞ്ഞു ഇപ്പൊ തന്നെ 95 വരുന്നുണ്ട് സാലറി. പക്ഷെ നിങ്ങളുടെ വരുമ്പോൾ ഉറപ്പായിട്ടും കയ്യിൽ 1 ലക്ഷം രൂപ സാലറി കിട്ടുന്ന ലെവലിലേക്ക് വരും. കാരണം 8th പേ കമ്മീഷൻ അപ്രൂവ് ആയി കഴിഞ്ഞു. അത് വരുമ്പോൾ കയ്യിൽ 1 ലക്ഷം കിട്ടും. അതായത് ടോട്ടൽ സാലറി 1,20,000 എത്തുമെന്നാണ് പറയുന്നത്. അപ്പൊ കയ്യിൽ തന്നെ 1 ലക്ഷം രൂപ കിട്ടുന്ന ലെവലിലേക്ക് വരും. സോ അതുകൊണ്ട് തന്നെ ഈ എക്സാം നിങ്ങളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഇപ്പൊ DME എക്സാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടിരിക്കുന്നവരാണ്. ഒന്ന് കൃത്യമായിട്ട് ആ എക്സാമിനനുസരിച്ച് എൻക്ലക്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും എല്ലാം ഒന്ന് മനസ്സിലാക്കി ആ ലെവലിലും കൂടെ നിങ്ങളുടെ നോളജിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ എക്സാം നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും.
ക്ലിയർ? ഒറ്റ എക്സാം ആണ്, ഒറ്റ എക്സാം. എയിംസ് നോർസെറ്റ് എന്ന് പറയുന്ന ഒറ്റ എക്സാം മാത്രമേ ഉള്ളൂ. അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം മാത്രമാണ് പ്രിലിമിനറി പാസ്സായാലേ നിങ്ങൾക്ക് മെയിൻസ് എക്സാമിന് പോകാൻ പറ്റുള്ളൂ. മെയിൻസ് എക്സാം പാസ്സായി കഴിഞ്ഞ് മാത്രമേ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ജിപ്മർ മാത്രം മതിയായിരിക്കും, പക്ഷെ ജിപ്മർ കൊടുക്കണമെങ്കിൽ ആദ്യ റാങ്കിൽ വന്നേ പറ്റുള്ളൂ. അല്ലാതെ ഒരുപാട് പുറകിൽ കിടന്നിട്ട് നിങ്ങൾക്ക് ജിപ്മർ മാത്രം സെലക്ട് ചെയ്യാം, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഈ ഒരു റാങ്ക് ലിസ്റ്റിനകത്ത്, ഇത്ര വേക്കൻസിയുടെ അകത്ത് നിങ്ങൾ ഉൾപ്പെട്ടാൽ മാത്രമേ ഇത്രയും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാം. പിന്നെ ESIC നിങ്ങൾക്കറിയാം, ESICയും ഇപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞ എക്സാം UPSCയുടെ എക്സാമും ആ എയിംസിന്റെ പാറ്റേൺ തന്നെയായിരുന്നു, ഇൻക്ലൂഡിംഗ് ഇമേജ് ബേസ്ഡ് ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ജിപ്മറും ESICയും എല്ലാം ഒരേ ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ ഈ ഒരു പാറ്റേണിലേക്ക് എല്ലാവരും നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്ന് മാറ്റിയേ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? സോ എന്തുകൊണ്ടാണ് 8ന്റെ പണി എന്ന് പറയാൻ മനസ്സിലായല്ലോ. ഒന്ന്, ഓൾറെഡി മറ്റുള്ള സ്റ്റേറ്റുകാരെല്ലാം ഈ ഒരു എയിംസ് നോർസെറ്റ് പാറ്റേൺ ഫോളോ ചെയ്ത് പഠിക്കുന്നവരാണ്, മറ്റു സംസ്ഥാനങ്ങളെല്ലാം. നമ്മുടെ കേരള PSC പക്ഷെ നമ്മൾ ഡിഫറെന്റ് ആയിട്ടാണ് പഠിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കുറച്ചുകൂടി നമ്മുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, അതുപോലെ മൈനർ സബ്ജക്ട്സിന് ഇമ്പോർട്ടൻസ് ഉള്ള എക്സാമ്പിളാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 80:20. ഇതുവരെ ജിപ്മർ എക്സാമിൽ 80:20 എന്ന് പറയുന്ന റേഷ്യോ ഇല്ലായിരുന്നു. ESICയിലും 80:20 എന്ന റേഷ്യോ ഇല്ലായിരുന്നു. സോ മെയിൽസിനും ഫീമെയിൽസിനും എല്ലാം ഈക്വൽ ചാൻസ് ആയിരുന്നു. പക്ഷെ ഇനി പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന്, ESICയുടെ ഏജ് ലിമിറ്റ് പോയി. ജിപ്മർ ഇപ്പോഴും 35 തന്നെയാണ് ഏജ് ലിമിറ്റ്, പക്ഷെ അവിടെ 80:20 റിസർവേഷൻ ആപ്ലിക്കബിൾ ആവും. അതായത് മെയിൽസിന് വെറും 20% മാത്രമേ റിസർവേഷൻ കിട്ടുള്ളൂ, അല്ലെ വേക്കൻസി മാത്രമേ കിട്ടുള്ളൂ, അവരെത്ര റാങ്കുകളിൽ വന്നാലും. അങ്ങനെ രണ്ട് പ്രശ്നങ്ങളാണ് ജിപ്മറെ സംബന്ധിച്ച് നമ്മളെ അഫക്ട് ചെയ്യുന്നത്. ഇത് നേരത്തെ കൂടുതലായിട്ട് മലയാളികൾക്ക് കയറാൻ പറ്റുന്ന ചാൻസ് ആയിരുന്നു. ഈ ഒരു പാറ്റേൺ പഠിത്തം മതിയായിരുന്നു, അതിന്റെ കൂടെ നോൺ നേഴ്സിംഗ് കൂടെ കുറച്ച് അറ്റൻഡ് ചെയ്താൽ മതിയായിരുന്നു. അധികം നോർത്ത് ഇന്ത്യൻസ് അധികം കയറുന്നില്ലായിരുന്നു. പക്ഷെ ഇത്തവണ എയിംസ് നോർസെറ്റിനകത്ത് വരുമ്പോൾ, എയിംസ് നോർസെറ്റിനകത്ത് ആദ്യ റാങ്കുകൾ വരുന്നവർക്ക് മാത്രമേ ഈ ടോട്ടൽ വേക്കൻസിയിലേക്കും ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നു വിചാരിക്കുന്നു എന്തുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം വരുന്നത് എന്നുള്ളത്. അപ്പൊ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നല്ല റാങ്കിൽ വന്നാൽ മാത്രമേ നമുക്ക് ജിപ്മറിലേക്ക് ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ ആ ഒരു വ്യത്യാസം പറയുന്നത്. ഈ ഒരു ഇതിനകത്ത് വരുന്ന ഒരു ബുദ്ധിമുട്ട്, കൂടുതലായിട്ട് നോർത്ത് ഇന്ത്യൻസും കൂടി കയറാനുള്ള സാധ്യത ഇത്തവണ ഉണ്ട് ഈ എയിംസ് നോർസെറ്റ് എക്സാം ആയതുകൊണ്ട്. അതുകൊണ്ട് നമ്മളും ആ ഒരു ലെവലിലേക്ക് നമ്മുടെ പ്രിപ്പറേഷനെ കൊണ്ടുപോയേ പറ്റുള്ളൂ. നമ്മുടെ പ്രിപ്പറേഷൻ ആ ഒരു ലെവലിലേക്ക് ഉയർത്തിയേ പറ്റുക. സോ അപ്പൊ ന്യൂഡൽഹി അല്ലെങ്കിൽ എയിംസ് നോർസെറ്റ് എക്സാം നിങ്ങൾക്ക് ഇപ്പൊ 2 എക്സാമാണ് ഒരു വർഷത്തിൽ നടക്കുന്നത്. സെപ്റ്റംബറിലും അതുപോലെ തന്നെ അടുത്ത ഏപ്രിലുമാണ് അടുത്ത എക്സാം വരുന്നത്. അതിന്റെ ഓൾറെഡി ഡേറ്റ് എല്ലാം വന്നതാണ്, ഏപ്രിലിൽ. ഇതിന്റെ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് BSc നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്, പിന്നെ രജിസ്റ്റേർഡ് നഴ്സിംഗ് രജിസ്ട്രേഷനുമാണ് ബേസിക് ക്വാളിഫിക്കേഷൻ. ഇനി GNM ആണെങ്കിൽ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോണം, GNMകാർക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ്, 50 ബെഡഡ് ഹോസ്പിറ്റലില് മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് GNMകാർക്ക് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് ഡിപ്ലോമ കോഴ്സ് പഠിച്ചവർക്ക് മസ്റ്റ് ആണ് കേട്ടോ. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എയിംസ് നോർസെറ്റിൻ്റെത് 18 to 30 years ആണ്, 30 വയസ്സ് വരെയാണ്. ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് 30 വയസ്സാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി OBC ആണെങ്കിൽ നിങ്ങൾക്കറിയാം 3 വർഷം കൂടി ഏജ് റിലാക്സേഷൻ ഉണ്ടാകും. SC ST ആണെങ്കിലും 5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്, അതായത് 35 വയസ്സ് വരെ അപേക്ഷിക്കാൻ പറ്റും. അതുപോലെ ഏജ് ലിമിറ്റ് നോക്കുന്നത് ലാസ്റ്റ് ഡേറ്റ്, ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് വെച്ചിട്ടാണ്. ഇനി ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് ജനറൽ OBC കാൻഡിഡേറ്റിന് 2 പേർക്കും 3000 ആണ് വരുന്നത്. ഇനി SC ST കാൻഡിഡേറ്റ്സ്, അതുപോലെ EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, അതൊക്കെ ആണെങ്കിൽ 2400 ആണ് വരുന്നത്. ഇനി പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഫീസ് പേ ചെയ്യേണ്ട കാര്യമില്ല. എക്സാം ഡേറ്റ് വരുന്നത് കൃത്യമായിട്ട് നോക്കിക്കൊള്ളണം, സെപ്റ്റംബർ 14 സൺഡേ ആണ് വരുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ആണ് പറഞ്ഞത്, ഫേസ് 1 അല്ലെങ്കിൽ സ്റ്റേജ് 1ന്റെ എക്സാം ആണ്, 100 ക്വസ്റ്റ്യൻ വരുന്ന എക്സാം ആണ്. 14 സെപ്റ്റംബർ 2025 സൺഡേ വരുന്നത്. ഇനി മെയിൻസ് എക്സാം വരുന്നത് 27 സെപ്റ്റംബർ 2025 സാറ്റർഡേ ആണ്. സോ 14-ാം തീയതി കഴിഞ്ഞാൽ വീണ്ടും വെറും 13 ദിവസമേ ഉള്ളൂ അടുത്ത മെയിൻസ് എക്സാമിന്. സോ അതുകൊണ്ട് നിങ്ങൾ അത് കഴിഞ്ഞിട്ട് പഠിക്കാൻ മെയിൻസ് എക്സാം പ്രിപ്പയർ ചെയ്തിരിക്കരുത്. ഇപ്പോഴേ മെയിൻസ് എക്സാം ലക്ഷ്യം വെച്ച് വേണം നമ്മൾ ഇപ്പോഴും നമ്മുടെ പ്രിപ്പറേഷൻ കൊണ്ടുവരാനായിട്ട് കേട്ടോ. പിന്നെ ജിപ്മറിന്റെ കാര്യത്തിൽ ഏജ് ലിമിറ്റിൽ ചെറിയ വ്യത്യാസമുണ്ട്, നിങ്ങൾക്കറിയാം. ഏജ് എന്ന് പറയുന്നത് ജിപ്മറിന് പക്ഷേ 35 ആണ് കേട്ടോ. ജനറൽ കാൻഡിഡേറ്റ്സിന് 35 ആണ്. ദെൻ കണ്ടോ, ജനറലിന് 35 ആണ്. OBC ആണെങ്കിൽ
38 വരും. ദെൻ SC ST ആണെങ്കിൽ 40 ആയിരിക്കും വരും. 40 വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ പറ്റുക. OBC ആണെങ്കിൽ 38 വരെ അപേക്ഷിക്കാം. SC ST ആണെങ്കിൽ 40 വയസ്സ് വരെ അപേക്ഷിക്കാൻ പറ്റും. ദെൻ ഫീസും എല്ലാം സെയിം തന്നെയാണ്. എയിംസ് നോർസെറ്റിന്റെ സെയിം ഫീസ് തന്നെയാണ്. എക്സാം ഡേറ്റ് സെയിം ആണ്. അതിനൊന്നും ഒരു മാറ്റമില്ല. സെയിം പാറ്റേൺ ആണ്. ക്വസ്റ്റ്യനും റിസർവേഷൻ 80:20 ആപ്ലിക്കബിൾ ആണ്. ദെൻ അവരുടെ ജിപ്മറിൽ 5 വർഷത്തെ SC ST കാർക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതായത് 40 വയസ്സ് വരെ അപേക്ഷിക്കാം. OBC ആണെങ്കിൽ 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണുള്ളത്. അതായത് 38 വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ കഴിയും. ഇനി ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് 22/7/2025 മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. ദെൻ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് August 11 5 മണി വരെയാണ് കേട്ടോ. August 11 5 മണി വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.aimsexams.ac.in എന്നുള്ള വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. അതിന്റെ PDF ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ കൂടെ ഇതിന്റെ കൂടെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. എയിംസ് എക്സാമിന്റെ പാറ്റേൺ ഓൾറെഡി ഞാൻ പറഞ്ഞു. ഒരു പ്രിലിമിനറി എക്സാം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ഒരു മെയിൻസ് എക്സാം ഉണ്ടാകും. പ്രിലിമിനറിയും മെയിൻസ് എക്സാം 2 ഫേസ് ആയിട്ടാണ് വരുന്നത്. പ്രിലിമിനറിയിൽ നിന്ന് സെലക്ട് ആകുന്ന ഒരു നിശ്ചിത എണ്ണം പേരെ മാത്രമേ മെയിൻസ് എക്സാമിന്, അല്ലെങ്കിൽ ഒരു ഇരട്ടി പേരെ മാത്രമേ മെയിൻസ് എക്സാമിലേക്ക് വിളിക്കുകയുള്ളൂ. അതിൽ നിന്നാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഇടുന്നത്. സോ ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിക്കോണം. ഈ പ്രിലിംസ് എക്സാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 100 ചോദ്യങ്ങളാണ്. 100 MCQs ആണുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ടാകും. ഇവിടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ കേരള അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ എക്സാം പോലെ അല്ല. ഈ 100 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 20 MCQs അതിൽ 20 MCQs GK ആപ്റ്റിറ്റ്യൂഡ് റീസണിങ് വരുന്നതാണ്. 80 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ നേഴ്സിംഗ് സിലബസ് വരുന്നത്. 80 ക്വസ്റ്റ്യൻ നേഴ്സിംഗും 20 ക്വസ്റ്റ്യൻ GK കറണ്ട് അഫയേഴ്സ് റീസണിങ് ആപ്റ്റിറ്റ്യൂഡ് വരിക. നേരത്തെ കമ്പ്യൂട്ടറിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ വരുമായിരുന്നു. പക്ഷെ ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ ക്വസ്റ്റ്യൻ ഒന്നും വരുന്നില്ല. കഴിഞ്ഞ ഒരു 3 എക്സാം ആയിട്ട് കമ്പ്യൂട്ടറിന്റെ ക്വസ്റ്റ്യൻസ് ഇല്ല. OBCക്ക് നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് കേട്ടോ. നോൺ ക്രിമിലിയർ ആണ് വേണ്ടത് OBCക്ക്. എയിംസ് നോർസെറ്റ് എക്സാം എല്ലാ വർഷവും 2 എക്സാം ഉണ്ട്. 6 മാസം കൂടി എക്സാം ഉണ്ട്. ഈ സെപ്റ്റംബർ അടുത്ത ഏപ്രിൽ എക്സാം ഉണ്ട്. പക്ഷെ വേക്കൻസി അതിനനുസരിച്ചായിരിക്കും. ഇതിപ്പോ ഈ 2 വേക്കൻസി വന്നതുകൊണ്ടാണ് ഇത്രയധികം വേക്കൻസി വന്നത്. അല്ലെങ്കിൽ വളരെ കുറവായിരുന്നു കഴിഞ്ഞ എക്സാം. 1700 എന്തോ ഉണ്ടായിരുന്നുള്ളൂ. 1500 വേക്കൻസി എന്തോ ഉണ്ടായിരുന്നുള്ളൂ ലാസ്റ്റ് എക്സാമിൽ. ഇപ്പൊ ഈ ESICയുടെയും ജിപ്മറിന്റെയും കൂടെ വന്നതുകൊണ്ടാണ് ഇത്രയും വേക്കൻസി വന്നത്. യെസ്. ഇനി ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ ഈ 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട് 90 മിനിറ്റ് ആണ്. പ്രിലിമിനറി എക്സാമിന് ടോട്ടൽ 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ 90 മിനിറ്റ് ആണുള്ളത്. അതുപോലെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 1/3 മാർക്ക് നെഗറ്റീവ്. നമ്മുടെ കേരള PSC പോലെ തന്നെ 1/3 0.33 മാർക്ക് നെഗറ്റീവ് മാർക്സ് ഉണ്ടാവും. ഇനി കൃത്യമായിട്ട് മനസ്സിലാക്കിയുണ്ടോ, ഇവിടെ ഈ പ്രിലിമിനറിയുടെ 5 സെക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. 5 സെഷൻസ്, 20 ചോദ്യങ്ങൾ അടങ്ങുന്ന 5 സെഷൻസ് ആയിട്ടായിരിക്കും എക്സാം വരിക. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. 20 ചോദ്യങ്ങൾ അടങ്ങുന്ന 5 സെക്ഷൻ. ഓരോ 20 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാനും 18 മിനിറ്റ് ആയിരിക്കും ഉണ്ടാവുക. ആ ഒരു 18 മിനിറ്റിൽ ഈ 20 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അതിനകത്ത് റീസണിങ് ക്വസ്റ്റ്യൻ ഉണ്ടാകും, GK ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഓരോ 20 ക്വസ്റ്റ്യനകത്തും GKയും റീസണിങ്ങും അതുപോലെ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസും ഉണ്ടാകും. ഈ 20 ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ അത് ക്ലോസ് ആകും. ആ 20 ക്വസ്റ്റ്യൻ ക്ലോസ് ആകും. പിന്നെ നിങ്ങൾക്ക് ആ 20 ക്വസ്റ്റ്യനിലേക്ക് പിന്നെ പോകാൻ പറ്റില്ല. അതിൽ തിരിച്ചു പോയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. ആ 20 ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ അത് കഴിഞ്ഞതാണ്. പിന്നെ നിങ്ങൾക്ക് ഒന്നുകൂടി പോയി ആൻസർ ചെയ്യാനൊന്നും പറ്റില്ല. സോ ആ ഒരു 18 മിനിറ്റിനുള്ളിൽ ആ 20 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. അങ്ങനെ 5 സെക്ഷൻസ് ഉണ്ടാകും. ഓരോ സെക്ഷൻ കഴിയുമ്പോഴും അത് ക്ലോസ് ആകും, അടുത്ത സെക്ഷനിലേക്ക് പോകും. നമ്മുടെ കേരള PSC പോലെ ലാസ്റ്റിൽ അവസാനം വന്ന് നമുക്ക് റീകറക്റ്റ് അല്ലെങ്കിൽ ആൻസർ ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. ഒരു തവണ ഇത് ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വന്ന് ആൻസർ മാറ്റാനോ അല്ലെങ്കിൽ അതിൽ അറ്റൻഡ് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല. ഓക്കെ ആണോ? സോ പ്രിലിമിനറിയിൽ 5 സെക്ഷൻസ് ആണ് ഉണ്ടാവുക. 20 ക്വസ്റ്റ്യൻസ്. ഓരോ സെക്ഷനിലും റീസണിങ്ങും ആപ്റ്റിറ്റ്യൂഡ് GK ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അടുത്ത രണ്ടാമത്തെ ഫേസ് മെയിൻസ് എക്സാമിൽ വരുമ്പോൾ അതിന് 160 ചോദ്യങ്ങളാണ് ഉണ്ടാവുന്നത്. ആ 160 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് 180 മിനിറ്റ്സ് ഉണ്ടാവും. 160 ചോദ്യങ്ങൾ 180 മിനിറ്റ് ആണ് ഉണ്ടാവുക. അതിനകത്ത് ക്ലിയർ ആയിട്ട് നോക്കണം കേട്ടോ. അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് സബ്ജക്ട് കവറിംഗ് എൻറ്റയർ സിലബസ് ഓഫ് നഴ്സിംഗ് കോഴ്സസ് ബീങ് ടോട്ട് അറ്റ് ദ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ലെവൽ, ഫോക്കസ്ഡ് ടുവേർഡ്സ് കേസ് സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻ ഫോർ ടെസ്റ്റിംഗ്
നേഴ്സിംഗ് സ്കിൽസ്, കോമ്പിറ്റൻസി, ഇവിടെയാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ക്ലിനിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് മെയിൻസ് എക്സാമിന് ഏറ്റവും കൂടുതൽ വരിക ക്ലിനിക്കൽ ഡയറക്റ്റ് ക്വസ്റ്റ്യനേക്കാൾ ഇരട്ടി ക്വസ്റ്റ്യൻസ് സിനാരിയോ ബേസ്ഡ് ക്ലിനിക്കൽ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എൻഗ്ലക്സ് ആർഎൻ ക്വസ്റ്റ്യൻ അവിടെയാണ് നിങ്ങൾ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം ഞാൻ പറയുന്നത്. കാരണം മെയിൻസ് പാസ് ആവണമെങ്കിൽ എൻഗ്ലക്സ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്തേ പറ്റും. അവർ തന്നെ കൊടുത്തിട്ടുണ്ട് കണ്ടോ, കേസ് സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക മെയിൻസ് എക്സാമിന്. മെയിൻസ് എക്സാമിനും 1/3 മാർക്സ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാകും. ഇവിടെ 40 ചോദ്യങ്ങൾ അടങ്ങുന്ന 4 സെക്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ടോട്ടൽ 4 സെഷൻസ് ആണ്. ഓരോ സെക്ഷനിലും 40 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവും. ഈ ഓരോ 40 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ 45 മിനിറ്റ് ആയിരിക്കും ഉണ്ടാവും. ആ 45 മിനിറ്റിൽ 40 ചോദ്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ആ 45 മിനിറ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ അത് ക്ലോസ് ആവും. പിന്നെ നിങ്ങൾക്ക് ഒരു കറക്ഷൻസോ ചേഞ്ചോ വരുത്താനൊന്നും പറ്റില്ല. ആ 45 മിനിറ്റിൽ 40 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവും. ആ വിൻഡോ ക്ലോസ് ആവും, അടുത്ത വിൻഡോ വരും. ക്ലിയർ ആണോ? സോ ഒരു കാരണവശാലും നമ്മൾ ഒന്ന് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ആൻസർ ചെയ്യാൻ നമുക്ക് പറ്റില്ല. സോ കൃത്യമായിട്ട് ആൻസർ ചെയ്ത് തന്നെ പോകണം. സോ ഇതിനകത്ത് ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ എല്ലാം ഇതിനകത്ത് വരും. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ മിനിമം പെർസെന്റേജ് സ്കോർ ചെയ്യേണ്ട മാർക്ക് UR EWC കാറ്റഗറി 50% എങ്കിലും സ്കോർ ചെയ്യണം. ദെൻ OBC 45%, SC ST ആണെങ്കിൽ 40% മാർക്കാണ് മിനിമം സ്കോർ ചെയ്യേണ്ടത്. മിനിമം നിങ്ങൾക്ക് അറിയാം എത്രയാണ് കട്ട് ഓഫ് വരുന്നത്, എത്ര പെർസെന്റേജ് ആണെന്ന്. അത് മിനിമം ആണ് പറഞ്ഞിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം കേട്ടോ. 2 ഫേസ് ആയിട്ടാണ് എക്സാം വരിക. ഈ 2 എക്സാം ക്ലിയർ ആയിട്ട് മനസ്സിലായി, 2 ഫേസ് മനസ്സിലാക്കണം. സോ പ്രിലിമിനറി മെയിൻസ് ഇപ്പോഴേ ലക്ഷ്യം വെച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. യെസ്. സോ ഇനി നമ്മുടെ ക്ലാസ്. സോ നമ്മൾ ശരിക്കും ഈ ഒരു സെൻട്രൽ എക്സാമുകൾക്കായിട്ട് ഒരു 7 മന്ത്സിന്റെ ബാച്ചാണ് നമ്മൾ ശരിക്കും ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത്. 7 മന്ത്സ്, 7 മാസങ്ങൾ. കാരണം ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ റെയിൽവേ ഇപ്പൊ വരുന്നുണ്ട്. ഓഗസ്റ്റ് 8 മുതൽ അതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ നിങ്ങൾക്കറിയാം ഇപ്പൊ എയിംസിന്റെ അതേ പാറ്റേണിലാണ് കഴിഞ്ഞ റെയിൽവേ എക്സാം ഒക്കെ വന്നിരിക്കുന്നത്. കാരണം ഇപ്പൊ പുതിയ റിക്രൂട്ട്മെന്റ് എക്സാം നടത്തുന്ന ഏജൻസിയാണ് നടത്തുന്നത്. ഒരു എയിംസ് നോർസെറ്റിന്റെ ഒരു പാറ്റേൺ ആണ് ഇപ്പൊ പിടിച്ചിരിക്കുന്നത്. പിന്നെ നോൺ നഴ്സിംഗ് 30 മാർക്കും മസ്റ്റ് ആയിട്ട് പഠിച്ചേ പറ്റും, ഇൻക്ലൂഡിങ് ജനറൽ സയൻസ്. സോ അതും അങ്ങനെ നമ്മളൊരു 7 മന്ത്സിന്റെ എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു 7 മന്ത്സിന്റെ ബാച്ചാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്കിലും നമ്മൾ ഏറ്റവും ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ DME എക്സാമിന് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതോടെ തന്നെ നിങ്ങൾ എല്ലാവരും ഈ ജിപ്മർ എക്സാം, ESIC എക്സാം വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയുള്ള 50 ദിവസങ്ങൾ, അതായത് നിങ്ങൾ സെപ്റ്റംബർ 14 ഈ എക്സാമിനായിട്ട് ഈ നമ്മുടെ എയിംസ് നോർസെറ്റ് എക്സാം, ഈ ജിപ്മർ, അതുപോലെ തന്നെ ESIC ഈ എക്സാമുകൾ ഫോക്കസ് ചെയ്തിട്ട് തന്നെയായിരിക്കും നമ്മൾ ഇനിയുള്ള 50 ദിവസം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. കംപ്ലീറ്റ് ആയിട്ടും റിവിഷൻ ക്ലാസ്സുകൾ, മെഡിക്കൽ സർജിക്കൽ കംപ്ലീറ്റ് ക്ലാസ്, ലൈവ് ക്ലാസ്, എയിംസ് ബേസ്ഡ് തന്നെ ക്ലാസ് ഉണ്ടാവും. പുതിയ നോട്ട് തന്നെ ആയിരിക്കും. അതുപോലെ എൻഗ്ലക്സ് ആർഎൻ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഉണ്ടാകും. അതുപോലെ കംപ്ലീറ്റ് ഇതുവരെ നടന്നുള്ള എയിംസിന്റെ ഒരു 40 പ്രീവിയസ് എക്സാം നടന്നിട്ടുണ്ട്. SNA എക്സാം ആയിട്ടും എല്ലാം. നോർസെറ്റ് മാത്രമല്ല ഞാൻ പറയുന്നത്, പണ്ട് എയിംസ് റായ്പൂരും ഭോപ്പാൽ ഋഷികേശ് എല്ലാം സെപ്പറേറ്റ് എക്സാം ആണ്. നേരത്തെ ഡൽഹി എക്സാം എല്ലാം സെപ്പറേറ്റ് ആയിരുന്നു. സോ അതിന്റെ എല്ലാം കൂടി ഒരു 40 പ്രീവിയസ് എക്സാം ഇതുവരെ നടന്നിട്ടുണ്ട്. സോ അതിന്റെ കംപ്ലീറ്റ് പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആപ്പിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഓരോ സബ്ജക്ട്സിന്റെയും എൻഗ്ലക്സ് ആർഎൻ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് മോസ്ബിയുടെയും സോണ്ടേഴ്സിന്റെയും എല്ലാം പ്രീവിയസ് ടോപ്പിക് ബേസ് ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. സോ അതെല്ലാം ഇമ്പോർട്ടൻസ്. അതുപോലെ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആപ്പിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാം. അതിന്റെ ബേസിസിൽ തന്നെ നിങ്ങൾക്ക് മോഡൽ എക്സാമുകൾ ഉണ്ടാവും. അതുപോലെ നോൺ നഴ്സിംഗിന്റെ റീസണിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ക്ലാസ്സുകളും ഉണ്ടാവും. സോ രാവിലെ ഉച്ചയ്ക്കൊക്കെ ക്ലാസ് ഉണ്ടാവും. എങ്കിലേ നിങ്ങൾക്ക് ഈ സെപ്റ്റംബറിലെ എക്സാം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അപ്പൊ DME നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞവര് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ഒന്ന് എൻഗ്ലക്സ് ലെവലിലേക്ക് കൂടി, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനും കൂടി ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചാൻസ് ആണ് ഇത്തവണത്തെ എക്സാം. കാരണം അത്രയും വേക്കൻസി ഉണ്ട്. പിന്നെ ജിപ്മർ എന്ന് പറയുന്ന മെയിൻ എക്സാം നമുക്കുണ്ട്. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സോ എൻഗ്ലക്സ് ബേസ്ഡ് തന്നെ വർക്ക്ഔട്ട് ചെയ്യുക. സോണ്ടേഴ്സ്, മോസ്ബിയ, ലിപ്പിൻകോട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് പഠിക്കാം. അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. പക്ഷെ മസ്റ്റായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ എൻഗ്ലക്സ് ആറിന്റെ ഫോൾഡർ ഉണ്ട്, അല്ല കംപ്ലീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചോളാം. നമ്മൾ അതിന്റെ എയിംസിന്റെ കംപ്ലീറ്റ് പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. സോ അത് ബേസിസിലായിരിക്കും ഇത്തവണത്തെ റിവിഷൻ എക്സാമുകളെല്ലാം വരുന്നത്. അല്ലാതെ നമ്മൾ DMEയുടെ പോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കില്ല. ക്ലിനിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുന്ന മോഡൽ എക്സാമുകൾ, റിവിഷൻ എക്സാമുകളായിരിക്കും ഉണ്ടാകും. സോ ഇതിനകത്ത് ഉൾപ്പെടുന്നത് ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടാകും. ഈ PDF തിയറി നോട്ട്സ് അപ്ലോഡ് ആകും. നിങ്ങൾക്ക് എയിംസ് പാറ്റേണിൽ തന്നെയുള്ള നോട്ട് അപ്ലോഡ് ആകും.
അതുപോലെ ടോപ്പിക് വൈസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാകും, സബ്ജക്ട് ഗ്രാൻഡ് ടെസ്റ്റ് ഉണ്ടാകും. അതുപോലെ എയിംസിന്റെ തന്നെ മോഡൽ എക്സാം നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ തന്നെ 7 എക്സാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആപ്പിൽ ഇപ്പൊ തന്നെ ഫ്രീ എക്സാം ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. എയിംസ് നോർസെറ്റിന്റെ പോർട്ടലിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഓൾറെഡി മോഡൽ എക്സാം 7 എക്സാം അറ്റൻഡ് ചെയ്യാൻ ഓൾറെഡി ആക്റ്റീവ് ആണ്. ഫ്രീ എക്സാം തന്നെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇനിയും മോഡൽ എക്സാമുകൾ വരുന്നുണ്ട്. അതുപോലെ 40 പ്രീവിയസ് ഇയർ എയിംസിന്റെ മാത്രം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം അവൈലബിൾ ആണ്. റീസണിംഗ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ക്ലാസ്, അതിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ, യൂണിറ്റ് എക്സാം, സബ്ജക്ട് എക്സാം അതിന്റെ മാത്രമുണ്ട്. ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും അതിന്റെ മോഡൽ എക്സാംസ് ഉണ്ട്. എൻഗ്ലെക്സ് ആർ ക്വസ്റ്റ്യൻസ്, ഇത് ഓരോ സബ്ജക്ട് ബേസ്ഡ് ആയിട്ട് മോസ് ബീം, സോണ്ടേഴ്സ്, ലിപ്പിൻ കൊണ്ട് എല്ലാം കവർ ചെയ്തിട്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻ, എൻഗ്ലെക്സ് ആർ ബേസ്ഡ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും അതിന്റെ മോഡൽ എക്സാമുകളും നിങ്ങൾക്ക് ആപ്പിലൂടെ തന്നെ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങൾ DME-യുടെ കുറവുകളെല്ലാം പരിഹരിച്ചുകൊണ്ട് എക്സാം, എയിംസ് നോർസെറ്റ് എക്സാം എന്താണെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, IBQs അതുപോലെ റീസണിംഗ് ആപ്റ്റിറ്റ്യൂഡും, എൻഗ്ലെക്സ് ആർ ക്വസ്റ്റ്യൻസും, ക്ലിനിക്കൽ ബേസ്ഡ്, സെനാരിയോ ബേസ്ഡ്, പ്രയോറിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, അതുപോലെ തന്നെ മേജർ സബ്ജക്ട്സ്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മേജർ സബ്ജക്റ്റുകളായിരിക്കണം. അല്ലാതെ മൈനർ സബ്ജക്ട്സ് വീണ്ടും DME-യുടെ ഓർക്കരുതാരും. നേരെ ഓപ്പോസിറ്റ് പിടിച്ചോണം. മെഡ് സർജ്, ഫണ്ടമെന്റൽസ്, OBG, കമ്മ്യൂണിറ്റി, ചൈൽഡ് ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, പിന്നെ ന്യൂട്രീഷൻ, ഇത്രയും തന്നെയാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അത് മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ നാളെ തന്നെ നിങ്ങൾക്ക് ഒരു എയിംസ് നോർസെറ്റിന്റെ പ്രിലിമിനറി എക്സാം ആക്റ്റീവ് ആകും. മറ്റന്നാളും ഒരു എയിംസ് നോർസെറ്റിന്റെ മെയിൻസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അത് മനസ്സിലാക്കിയിട്ട് മാത്രം ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകും കേട്ടോ. പിന്നെ ഫീസ് വരുന്നത് നിങ്ങൾക്ക് പുതിയ കുട്ടികൾ 7 മാസത്തേക്ക് 7,000 ആണ് വരുന്നത്. ഇനി നമ്മുടെ ഓൾഡ് ബാച്ച് സ്റ്റുഡൻസ് ആണെങ്കിൽ 6,000, അത് നിങ്ങൾക്ക് 2 തവണയായിട്ട് പേയ്മെന്റ് ചെയ്യാം. പിന്നെ ഇത് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ കണ്ടിന്യൂഷൻ ആയിട്ട് റെയിൽവേയുടെ ക്ലാസ്സുകൾ വരും. റെയിൽവേ എക്സാം നിങ്ങൾക്കറിയാം ഓഗസ്റ്റ് 8-ാം തീയതി നോട്ടിഫിക്കേഷൻ വരും. അതിന്റെ ജനറൽ സയൻസിന്റെയും റീസണിംഗ് ആപ്റ്റിറ്റ്യൂഡിന്റെയും എല്ലാം ലൈവ് ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യും. അതുപോലെ നിംഹാൻസിന്റെ ക്ലാസ്സുകളും ഒക്കെ അതിന്റെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. സോ 7 മാസം കംപ്ലീറ്റ് ആയിട്ട് ക്ലാസ് ഉണ്ടാകും. സോ ഇനി സെൻട്രൽ എക്സാം നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം. നിങ്ങൾക്കറിയാം ഇപ്പൊ UK പോലുള്ള OET എല്ലാം ബ്ലോക്കായി നിൽക്കുകയാണ്. ഇപ്പൊ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കൊന്നും പണ്ടൊക്കെ അങ്ങനെയല്ല, നേരെ OET എഴുതുന്നു പുറത്തു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതെല്ലാം ബ്ലോക്കാണ്. അപ്പൊ അവരെല്ലാം ഈ എക്സാമുകളിലേക്ക് തിരിഞ്ഞേ പറ്റൂ. മലയാളികളെ സംബന്ധിച്ച് മറ്റു ഓപ്ഷനുകളെല്ലാം, അല്ലെങ്കിൽ അവർ ഇമ്പോർട്ടൻസ് പ്രയോറിറ്റി കൊടുക്കുന്ന ഓപ്ഷനുകളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആകെ ജർമ്മൻ മാത്രമേ ഉള്ളൂ, പിന്നെ ഗൾഫ് കൺട്രീസും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് സെൻട്രൽ എക്സാമുകൾക്ക് ഇനി ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റൂ. പിന്നെ രണ്ടാമത് 8th പേ കമ്മീഷൻ അപ്രൂവ് ആയി കഴിഞ്ഞു. അതുകൂടി വരുമ്പോൾ 1,20,000-ന് മുകളിൽ ആ സാലറി പോവുക. നമുക്ക് നേടണം, നമുക്ക് നേടിയെടുത്തേ പറ്റൂ. നമ്മൾ മലയാളികൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കേ കിട്ടുകയുള്ളൂ. അതാദ്യം മനസ്സിലാക്കും. നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എല്ലാവരും OETക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് ആരും എയിംസ് നോർസെറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നില്ല മറ്റ് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന പോലെ. അതുകൊണ്ടാണ് കിട്ടാതിരിക്കുന്നത്. അല്ല, പ്രിപ്പയർ ചെയ്താൽ കിട്ടും, അതിലൊരു ഡൗട്ടും വേണ്ട. പ്രിപ്പയർ ചെയ്താൽ മലയാളിക്കേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ കിട്ടും. കാരണം നമ്മുടെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ക്ലിനിക്കൽ ബേസ്ഡ് അല്ലെങ്കിൽ ക്ലിനിക്കൽ സെറ്റിംഗിൽ ഇത്രയധികം എക്സ്പോസ്ഡ് ആയിട്ട് പഠിക്കുന്നവർ മലയാളികളാണ്. ഞാൻ വീണ്ടും പറയുന്നു, മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ എങ്കിലും നമ്മൾ ചെയ്യണം. അവർ പഠിക്കുന്ന പോലെ എങ്കിലും നമ്മൾ പഠിക്കണം, എങ്കിലും നമ്മൾ സെലക്ട് ആവും. അല്ല, അവർ കൂടുതൽ കിട്ടുന്നു എന്ന് പറയുന്ന ഒരു കാര്യമില്ല. അതൊക്കെ എക്സാമിന് വേണ്ടി അതിന് വേണ്ടി ആത്മാർത്ഥത്തിൽ പ്രിപ്പയർ ചെയ്യുന്നവർ വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടി കുത്തിയിരുന്ന് പഠിക്കുന്ന നീറ്റ് എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന പോലെ നമ്മളും അതുപോലെ കാരണം നമുക്ക് അവര് കോച്ചിങ് സെന്ററുകളിൽ പോയി അല്ലെങ്കിൽ രാത്രിയും പകലും നിന്ന് പഠിക്കുന്ന പോലെ നമ്മൾ ജോലിക്കും പോയി നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയൊക്കെ നമ്മൾ പഠിക്കുന്നത്. അങ്ങനെയല്ല പഠിക്കേണ്ടത്. പറഞ്ഞാൽ നീറ്റ് എൻട്രൻസിന് കുട്ടികൾ എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തണം. നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജികൾ അങ്ങനെ ആയിരിക്കും. ഇത്രയും വലിയൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത്രയെങ്കിലും നമ്മൾ ചെയ്യണം. നമ്മൾ എക്സാമിനെ മനസ്സിലാക്കുക, അതിനെന്താണ് വേണ്ടത്, അതിന് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇത് മനസ്സിലാക്കണം. ആ എക്സാം എന്താണ്, അതിന് മറ്റുള്ളവർ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത്, അത് എന്തൊക്കെ കാര്യങ്ങൾ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അവരെന്തൊക്കെ പഠിച്ചിട്ടാണ് അവർക്ക് ജോലി കിട്ടുന്നത്, ഇത് മനസ്സിലാക്കി നമ്മളും ചെയ്യണം. എങ്കിൽ പിന്നെ നമുക്കും ഒന്നാമതെത്താൻ പറ്റും. വീണ്ടും ആവർത്തിക്കുന്നു, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, മലയാളി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നല്ല റാങ്കുകൾ കിട്ടുള്ളൂ. ഇത്രയും കഴിവുകൾ നമുക്കുണ്ട്, ഇത്രയും എക്സ്പോഷർ ഉണ്ട്. സോ എല്ലാവരും ഈ എക്സാം നിസ്സാരമായിട്ട് കാണരുത്. 1,00,000 രൂപയിലധികം സാലറി കിട്ടാൻ പോകുന്ന എക്സാം ആണ്. ഇത്രയധികം അവസരം നിങ്ങളിപ്പോ ഒരു എക്സാം കഴിഞ്ഞ ഉടൻ തന്നെ വീണ്ടും വന്നിരിക്കുകയാണ്. സോ അതേ രീതിയിൽ തന്നെ നിങ്ങളുടെ ഇന്റൻസീവായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കുക. കൃത്യമായിട്ട് നോർസെറ്റിനെ മനസ്സിലാക്കി പഠിക്കുക.
അതിന് വേണ്ട ഈച്ച് ആൻഡ് എവരി മാർക്ക്. റീസണിംഗ് ആണെങ്കിൽ റീസണിംഗ് പഠിക്കണം, ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് പഠിക്കണം, ദെൻ ഇമേജ് ബേസ്ഡ് ആണെങ്കിൽ ഇമേജ് ബേസ്ഡ് പഠിക്കണം, എൻപ്ലക്സ് ആർ മെയിൻസിന് അതാണ് ഇമ്പോർട്ടൻറ്റ്, അതും തന്നെ പഠിക്കണം. മേജർ സബ്ജക്ട്സ് അത് അതുപോലെ തന്നെ പഠിക്കണം. എങ്കിൽ പിന്നെ നമുക്ക് പേടിക്കേണ്ടത്. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞു, കംപ്ലീറ്റ് പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ അരച്ച് കലക്കി കുടിക്കണം. ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമുക്ക് കാണാപ്പാടായിരിക്കും. അത്രയെങ്കിലും നമ്മൾ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിക്കും. നാളെ പ്രിലിംസിന്റെ ഒരു എയിംസ് നോർസിന്റെ പ്രിലിംസിന്റെ എക്സാം നാളെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിൽ മറ്റന്നാൾ എയിംസിന്റെ മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അടുത്ത ദിവസം മുതലാണ് നമ്മൾ മെഡിക്കൽ സർജിക്ക് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. സോ നന്നായിട്ട് ആ 2 ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് എങ്ങനെയാണ് ഞാൻ അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് നമ്മൾ ഒരു 6-7 മോഡൽ എക്സാം എയിംസ് നോർസെറ്റിൽ ഇട്ടിട്ടുണ്ട്. അതും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. അതിൽ കൃത്യം ടിപ്പിക്കൽ പാറ്റേണിലാണ് ഇട്ടേക്കുന്നത്. പ്രിലിമിനറിയുടെ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യനും ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും GK എല്ലാം കൃത്യം അതേ പാറ്റേണിലാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾ അതും നന്നായിട്ടൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും എന്റെ പ്രിപ്പറേഷൻ ഞാൻ എങ്ങനെ കൊണ്ടുപോകണം, പ്രിലിമിനറിക്ക് എന്തൊക്കെ രീതിയിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ദെൻ അത് കഴിഞ്ഞ് മെയിൻസിന് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ചെയ്യാമോ? നഷ്ടപ്പെടുത്തരുത് അവസരങ്ങൾ. നമുക്ക് അവസരങ്ങൾ ഇനി വെയിറ്റ് ചെയ്തിരുന്നാൽ കിട്ടത്തില്ല. കിട്ടുന്നത് നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു മൈൻഡ് മാപ്പ് നമുക്കുണ്ട്. നമ്മുടെ മനസ്സിൽ ഒരു റൂട്ട് ഉണ്ടാവണം. ആ റൂട്ടിലൂടെ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാവൂ. ഓക്കെ, അപ്പൊ നന്നായിട്ട് ഇത്രയും കാര്യങ്ങളൊന്ന് ചെയ്തിട്ട് വരിക. സോ നാളത്തെ എക്സാം അറ്റൻഡ് ചെയ്യുക. ഞാൻ നിങ്ങളുടെ മാർക്ക് ഒക്കെ നോക്കുക കേട്ടോ. 2 എക്സാമിന്റെ മാർക്ക് നോക്കും. കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റന്നാൾ മുതൽ 31-ാം തീയതി മുതൽ നമ്മൾ ലൈവ് ക്ലാസ്സിൽ സ്റ്റാർട്ട്. അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം. സോ എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇനി ഞാൻ ഈ എക്സാമിൽ നല്ലൊരു മാർക്കിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ഈ ഒരു എക്സാം പാസ്സാകാൻ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ മാറ്റം വരുത്തണം, ഈ ഒരു ടിപ്പിക്കൽ പാറ്റേൺ ക്വസ്റ്റ്യനുകൾ ഞാൻ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ എന്റെ പഠിത്തത്തിൽ അല്ലെങ്കിൽ എന്റെ നോളജിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തേണ്ടതെന്ന് നല്ലൊരു റിവ്യൂ എടുക്കണം. അതിനുശേഷം മാത്രം നിങ്ങൾ ആ ഒരു എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങുക കേട്ടോ. ഓക്കെ, അടുത്ത ദിവസം കാണാം.